പ്രതികരണങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഡീൻ കുര്യാക്കോസ് എം പി നമുക്കൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നു. ഡീൻ, വലിയ രീതിയിൽ ചർച്ചയായ കേസാണ്, നാടിനെ നടുക്കിയ സംഭവമാണ്. ഒരു പിഞ്ചു കുഞ്ഞിനെ ബലാത്സംഗം ചെയ്ത് കൊന്ന കേസാണ്. അതിലാണ് ഒരു പോക്സോ കോടതിയുടെ വിധി ഇങ്ങനെ വരുന്നത്. ഞെട്ടിക്കുന്ന വിധി ആണ് ഉണ്ടായിട്ടുള്ളത്. ആ പ്രതിയെ വെറുതെ വിടുന്നു. വലിയ രോഷമാണ് കുടുംബാംഗങ്ങൾ ആ കോടതിയിൽ നടത്തിയത്. വലിയ നാടകീയ രംഗങ്ങൾക്ക് കോടതി വേദിയായി. താങ്കൾ എങ്ങനെയാണ് ഈ വിധി പ്രസ്താവത്തെ നോക്കിക്കാണുന്നത്? ഒരു കാരണവശാലും ഈ വിധി അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. ഇതിൽ പ്രോസിക്യൂഷന്റെ വീഴ്ചയുണ്ട്. അതോടൊപ്പം തന്നെ അന്വേഷിച്ച പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെയും കാര്യത്തിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള വലിയ ഗൂഢാലോചന നടന്നിട്ടുണ്ട്. കാരണം ഇതിന്റെ തെളിവുകളൊക്കെ വളരെ സ്പഷ്ടമായിരുന്നു. മാത്രമല്ല, പ്രതി കുറ്റം സമ്മതിച്ച് പ്രതിയുടെ കുറ്റസമ്മതം ഉൾപ്പെടെ പൊതുസമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെട്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഉൾപ്പെടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എന്ന് പറയുന്നത് തന്നെ ബലാത്സംഗവും അതിനുശേഷമുള്ള കൊലപാതകവുമാണ് എന്ന് തെളിയിക്കപ്പെട്ടതാണ്. അപ്പൊ അത് ഇങ്ങനെ ഏത് വിധത്തിൽ വന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് വളരെ ആശ്ചര്യമാണ് എനിക്കുള്ളത്. ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. ആ കുടുംബത്തിന്റെ മനോവേദന, മനോവിഷമം എനിക്ക് നേരിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളതാണ്. ഒരു കാരണവശാലും ഇങ്ങനെ പ്രതി രക്ഷപ്പെട്ടു പോകുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകാൻ ഉത്തരവാദികളായവർക്കെതിരെ കൂടി കേസെടുക്കണമെന്നാണ് ഈ ഘട്ടത്തിൽ ആവശ്യപ്പെടുന്നത്. ഉന്നതമായ CPM നേതാക്കന്മാർക്ക് ഉൾപ്പെടെ ഈ ഗൂഢാലോചനയിൽ പങ്കുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അല്ലാത്രത്തോളം എങ്ങനെ ഒരു ഡിവൈഎഫ്ഐക്കാരനായ പ്രതിയെ ഇങ്ങനെ തെളിവുകൾ തേച്ച് മാറ്റി രക്ഷപ്പെടുത്താൻ കഴിയും എന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ പറ്റാവുന്നതാണ്. അതുകൊണ്ട് 100% ഇക്കാര്യത്തിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ട്. CPMന്റെ ഉന്നത നേതാക്കന്മാർ ഉൾപ്പെടെ ഈ കേസ് അട്ടിമറിക്കാൻ പരിശ്രമിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ശ്രീ ഡീൻ കുര്യാക്കോസ്, ഇവിടെ ഇപ്പോൾ കുടുംബാംഗങ്ങൾ വലിയ രീതിയിലുള്ള രോഷപ്രകടനം ഇതിൽ നടത്തുന്നുണ്ട്. അപ്പോൾ പോലും അവർ കോടതിയെ, ഈ വിധിയെയാണ് കുറ്റം പറയുന്നത്. പ്രോസിക്യൂഷൻ ഏതെങ്കിലും തരത്തിൽ വാളിച്ചകൾ സംഭവിച്ചു എന്ന ഡയറക്റ്റ് ആയിട്ടുള്ള ആരോപണം അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല. മറ്റൊന്ന്, ഈ പ്രതിഭാഗം അഭിഭാഷകൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് അവർ തന്നെ പുനരന്വേഷണം ആവശ്യപ്പെടും യഥാർത്ഥ പ്രതിയെ പിടിക്കാൻ എന്നതാണ്. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ ഇതിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നവർ തന്നെ അത്തരമൊരു ആവശ്യം മുന്നോട്ട് വെക്കും എന്ന് ആർജവത്തോടു കൂടി പറയുന്ന ഒരു സാഹചര്യവും ഈ കേസിൽ നമ്മൾ കാണുന്നു. തെളിവുകൾ തേച്ചു മാച്ച് കളഞ്ഞിട്ടുണ്ട് എങ്കിൽ അക്കാര്യത്തിൽ വലിയ പ്രശ്നമുണ്ട്. എന്താണ് അതിന്റെ വസ്തുത എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഏതായാലും പ്രോസിക്യൂഷൻ ആയിരുന്നു അക്കാര്യം ശ്രദ്ധിക്കേണ്ടിയിരുന്നത്. അത് ഏത് തരത്തിലാണ് അതിന്റെ തെളിവുകൾ അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നത് എന്നുള്ളത് ബോധ്യപ്പെടണം. കേസ് അപ്പീലിന് പോകണമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഏതായാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും മറ്റു കാര്യങ്ങളും ഒക്കെയും വളരെ ആധികാരികതയോടുകൂടി തന്നെയാണ് പ്രതിയുടെ കുറ്റസമ്മതത്തെ സാധൂകരിക്കുന്ന വിധത്തിൽ കാര്യങ്ങൾ വന്നത്. അതെല്ലാം കോടതി മുറിയിൽ ഏത് വിധത്തിൽ അട്ടിമറിക്കപ്പെട്ടു എന്നുള്ളത് പരിശോധിക്കണം. ഏതായാലും ഈ കാര്യത്തിൽ അവിടെ മരണപ്പെട്ട കുടുംബത്തിന് നീതി ലഭിക്കുന്ന വിധത്തിലുള്ള ഒരു ഭരണപരമായിട്ടുള്ള ഇടപെടൽ ഗവൺമെന്റിന്റെ ഭാഗത്ത് ഉണ്ടാകണം. ഉണ്ടാകാത്തത് അത് ഉന്നതമായ പാർട്ടിയുടെ നേതൃത്വത്തിന്റെ ഇടപെടൽ കൊണ്ടാണ് എന്ന് ആണ് ഞാൻ വിശ്വസിക്കുന്നത്. ശരി, വളരെ നന്ദി ശ്രീ ഡീൻ കുര്യാക്കോസ് ഞങ്ങളോട് ഈ അവസരത്തിൽ സഹകരിച്ചതിന്.